ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ക്യാൻവയ്ക്കകത്ത് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവയ്ക്കകത്ത് കാർട്ടൂൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കാർട്ടൂൺസിനെയും നമ്മൾക്ക് ആനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ക്യാൻവയിൽ കാർട്ടൂൺ ആനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് മൊബൈൽ വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റാഗ്രാം റീല് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് 1920 × 180 ഞാൻ പോകുന്നത്. അതായത് നമ്മളുടെ യൂട്യൂബിന്റെ വീഡിയോയുടെയൊക്കെ റേഷ്യോ ആണിത്. 16:9 റേഷ്യോ ആണ്. അപ്പം ഈ ഒരു നിങ്ങൾക്ക് വേണ്ട സൈസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾക്ക് എലമെന്റ്സിൽ പോകാം. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ബിൽഡിംഗ് കാർട്ടൂൺ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സോ ഞാൻ ഇവിടെ ബിൽഡിംഗ് കാർട്ടൂൺ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ ഗ്രാഫിക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ കാർട്ടൂൺസ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതിനകത്ത് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു കാർട്ടൂൺ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാർട്ടൂൺ ആണ്. നിങ്ങൾക്ക് ഇനി ഇതിന് വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബിൽഡിങ്ങിനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അസംബിൾ ചെയ്ത് തന്നെ വെക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് കുറേ ബിൽഡിംഗ് വെച്ച് നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത് ബ്രിക്സ് എന്നാണ്. ബ്രിക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു മതിൽ പോലെ നമ്മൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഇതിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഞാൻ ചെറുതാക്കി വെക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാൾസ് അങ്ങേയറ്റം വരെ നമുക്ക് ആക്കാൻ സാധിക്കും. അതായത് ഈ ഒരു അറ്റം വരെ നമുക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. രണ്ടിനെയും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു റോഡാണ് വെക്കേണ്ടത്. റോഡ് വെക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മുകളിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇവിടെ റോഡെന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ റോഡെന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പം നമുക്ക് നല്ല നല്ല റോഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്തുനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റോഡ് എടുക്കുകയാണ്. സോ ഇപ്പൊ നമുക്ക് ഇവിടെ റോഡും സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഓരോ എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എലമെന്റ്സ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ മനുഷ്യന്, കാറ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കാറാണ്. സോ ഞാൻ കാർ ഒരെണ്ണം എടുക്കുന്നു. ഇവിടെ നമുക്ക് വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ മുകളിലുള്ള അഡ്ജസ്റ്റിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനിമേറ്റഡ് സെലക്ട് ചെയ്യുക, അപ്ലൈ ഫിൽറ്റർ കൊടുക്കുക. ഇപ്പം നമുക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള കാറിൻ്റെ ഇതായിരിക്കും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു കാറ് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വീലൊക്കെ കറങ്ങുന്ന ടൈപ്പാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഈ ഒരു മഞ്ഞ കാറിൽ തന്നെ ഞാൻ നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു കാറിനെ ചെറിയൊരു സൈസിലോട്ട് കൊണ്ടുവരാം. ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി വരാൻ പോകുന്നത്. ഈ ഒരു കാറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആനിമേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻഡ് ആനിമേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഷിഫ്റ്റ് കീ നമ്മൾ പ്രസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ മറ്റേ രീതിയിൽ വെറുതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ മൂവ്മെന്റ് സ്റ്റൈൽസിൽ ഒറിജിനൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കാറിന് ആ ഒരു സ്മൂത്ത് ആയിട്ടില്ല. ആ ഒരു സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടൈം ഫാസ്റ്റ് ആയിട്ട്, കുറച്ച് ടൈം ഭയങ്കര സ്ലോ ആയിട്ട്, കുറച്ച് ടൈം നീക്കാതെ അങ്ങനെയൊക്കെയാണ് നിന്നത്. അത് സ്മൂത്തിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്പീഡിൽ അത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ വോക്കിംഗ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നടക്കുന്നതിൻ്റെയും ഓരോരോ വിഷ്വൽസ് അല്ലെങ്കിൽ എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റുഡന്റ് ബുക്ക് വായിച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ
ആ ഒരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഈ ഒരു ബുക്ക് വായിക്കുന്ന ആ ഒരു മനുഷ്യനെ ജസ്റ്റ് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനിമേറ്റ് എന്നതിൽ കൊടുക്കാം. ക്രിയേറ്റ് ആൻഡ് ആനിമേഷൻ എന്നതിൽ കൊടുക്കാം. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആനിമേഷൻ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓരോ കാര്യം കണ്ടതെന്ന് വെച്ചാൽ ഒട്ടും സ്മൂത്ത് ആയിട്ട് നമുക്ക് വരുന്നില്ല. നമുക്ക് ആ ഒരു കസ്റ്റമൈൽ ക്ലിക്ക് ചെയ്യാം, സ്മൂത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സ്പീഡ് ഞാൻ കുറയ്ക്കുകയാണ്, നടക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറയ്ക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു മനുഷ്യൻ വണ്ടിയുടെ മുകളിലൂടെയാണ് നടക്കുന്നത്, കാണാൻ സാധിക്കും. വണ്ടിയുടെ മുകളിലൂടെയാണ് ഇവിടെ ഈ ഒരു പുള്ളിക്കാരൻ നടക്കുന്നത്. നമുക്ക് ഇവിടെ ക്യാൻവയുടെ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ ഞാൻ പരിചയപ്പെടുത്താം. ഈ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേയേഴ്സ് ടാബിലോട്ട് വരുന്നതാണ്. ഈ ഒരു പുള്ളിക്കാരനെ ജസ്റ്റ് ഈ ഒരു കാറിന്റെ തൊട്ട് താഴോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പുള്ളിക്കാരൻ ആ ഒരു വഴിയിലൂടെ നടക്കുന്നു, കാറ് അതിന്റെ മണ്ടയിലൂടെയും പോകുന്നു. സോ ഇങ്ങനെയായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത്. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് MP4 വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ പ്രോ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി കൂട്ടി 4K UHD ആയിട്ട് അൾട്രാ ഹൈ ഡെഫിനിഷനിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവ ഉപയോഗിച്ച് കാർട്ടൂൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.